പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കും. എന്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു. കർത്താവേ, കൃപ നിറഞ്ഞൊരു ജീവിതമായി എന്റെ കുടുംബ ജീവിതം മാറണം, എന്റെ വ്യക്തിപരമായ ജീവിതം മാറണം. നിന്റെ വലിയ കൃപ ഇപ്പോൾ അങ്ങ് എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്തോസ് 15:10 വചനം പഠിപ്പിക്കും. പൗലോസ് ശ്ലീഹ പറയും, ഞാൻ എന്തായിരിക്കുന്നോ അതെന്റെ ദൈവത്തിന്റെ കൃപയാലാണ്. ഈശോയെ, എന്റെ കുറവുകളിലേക്ക് നിന്റെ വലിയ കൃപ ഇപ്പോൾ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ദൈവമേ, കൃപ നിറഞ്ഞൊരു ജീവിതമായി എന്റെ ജീവിതവും മാറട്ടെ. എന്റെ ക്രൈസ്തവ ജീവിതം കൃപ നിറഞ്ഞതാണ്.